ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മിഥുൻ. വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു പോളിഷാണ് നിങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പോളിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാവെക്സ് എന്ന് പറയുന്ന ഒരു കാർ പോളിഷാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റ് പെയിൻറ്റുകൾ പോളിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ളൊരു പോളിഷാണിത്. മാറ്റായിട്ടുള്ള സർഫസ് ഉള്ള എല്ലാ പെയിൻറ്റുകളും നമുക്ക് ഇത് വെച്ച് പോളിഷ് ചെയ്യാൻ പറ്റും. ഗ്ലോസി ആയിട്ടുള്ള ഭാഗങ്ങളിലൊന്നും ഇത് യൂസ് ചെയ്യരുത്. മാറ്റായിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നൊരു പോളിഷാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് വാവെക്സിൻ്റെ ഈ പോളിഷ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് 350 ml ഒരു ബോട്ടിലാണ് കിട്ടുന്നത്. ഏകദേശം 250 രൂപയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഇതൊരു നല്ലൊരു സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. വേറെ ഉപയോഗിക്കാനുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും ഈ പോളിഷും മാത്രം മതി. വേറെ നമുക്ക് ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇത് സിമ്പിളായിട്ടും ഉപയോഗിക്കാം, ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ക്ലീൻ ചെയ്തിരിക്കുന്ന നന്നായിട്ട് വാഷ് ചെയ്തൊരു വണ്ടി, അതിലേക്കാണ് നമുക്ക് മാറ്റ് പോളിഷുള്ള മാറ്റ് പെയിൻ്റ് ഉള്ള ഒരു വണ്ടിയിലേക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയുടെ സർഫസ് ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് സ്പ്രേ ചെയ്യുക. അപ്പോൾ തന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്ത് ഇതുപോലെ തുടച്ചെടുക്കുക. വേറൊരു താമസമൊന്നുമില്ല, സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കിത് പോളിഷ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പെട്ടെന്ന് നമുക്കിത് പെയിൻറ്റ് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാറ്റ് പെയിൻറ്റുള്ള വണ്ടികൾക്ക് അധികം പോളിഷൊന്നും മാർക്കറ്റിൽ കിട്ടില്ല. അപ്പം ഈ NSൻ്റെ വണ്ടികൾക്കൊക്കെ ഈ മാറ്റ് പെയിൻറ്റ് കുറച്ച് ഭാഗങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ RTR 200 അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഉള്ളവർക്ക് ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോളിഷാണ്. അപ്പോൾ ഇത് വാവെക്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡാട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിന്നും യാതൊരു പേടിയും വേണ്ട. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ റെസിഡ്യൂസ് ഒന്നുമില്ല. അപ്പോൾ തന്നെ തുടച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് ഫുള്ളായിട്ട് വരും. പ്ലാസ്റ്റിക് പാർട്സുകളിലും അതുപോലെ ഫൈബർ പാർട്സുകളിലും പിന്നെ മാറ്റ് പെയിൻ്റ് ഉള്ള മെറ്റൽ പാർട്സുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് നല്ല സ്മെല്ലുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യുമ്പം മനസ്സിലാവും. പുതിയ സ്മെല്ല് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള പെയിൻറ്റുകളിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. അതിന് പ്രത്യേകം വേറെ പോളിഷുകൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ പല വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് എൻ്റെ മാറ്റായിട്ടുള്ള പെയിൻറ്റ് വരുന്ന എല്ലാ ഭാഗങ്ങളിലും NSൻ്റെ അപ്ലൈ ചെയ്യുന്നുണ്ട്. RTR 200 മാറ്റ് പെയിൻറ്റ് പുതിയ എഡീഷനൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പെയിൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അങ്ങനെ നമുക്ക് ഇതുപോലെ മെറ്റൽ പാർട്സുകളിലൊക്കെ നമുക്കിതുപോലെ യൂസ് ചെയ്യുക, വൈപ്പ് ചെയ്യുക. സിമ്പിൾ പരിപാടി, വളരെ എളുപ്പമാണിത്. അതാണ് ഞാൻ ഇതിലൂടെ ചെയ്ത് നിങ്ങളെ കാണിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ പോളിഷിൻ്റെ പല വീഡിയോസ് നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി അടിച്ചു പൊടിച്ചേക്കുക. അപ്പോൾ നമ്മളിതുപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇറ്റ്സ് മീ മിഥുൻ, സൈനിങ് ഓഫ്. താങ്ക് യു.